ഇൻ ജനറൽ ഇന്ത്യൻ സിനിമ സൗത്ത് ഇന്ത്യൻ സിനിമയെ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കിക്കാണുന്നൊരു സമയമാണത്. അത് ഇപ്പം മാത്രമല്ല, എപ്പോഴും ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഫിലിംസിന് ഈ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. ഞാൻ MBA ചെയ്തത് മീഡിയ എൻ്റർടൈൻമെൻറ്റിലാണ്. അത് ബോംബെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവിടെ ഇരുന്ന് ഞാനത് ചെയ്യുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി ഞാൻ കേട്ടിരുന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഡിജിറ്റൽ റെവല്യൂഷൻ വന്നപ്പോൾ റെഡ് ക്യാമറ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതും തിയേറ്റേഴ്സ് മൾട്ടിപ്ലെക്സുകളും അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ സംഭവിക്കുന്നതും ഏറ്റവും അഗ്രസീവായിട്ടും ആദ്യമായിട്ടും സംഭവിക്കുന്നത് ഡൗൺ സൗത്തിലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അന്ന് ആ ക്ലാസ്സിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിലിം ഇൻഡസ്ട്രി, ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രി ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പല ആളുകളും അന്ന് ബോളിവുഡ് എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ടോളിവുഡ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി ഉണ്ട്, തെലുഗു ഇൻഡസ്ട്രി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇതൊരു 10 കൊല്ലം മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. നമ്മൾ അന്നത്തെ അതേ അഗ്രഷനിൽ തന്നെയാണ് ഇപ്പോഴും ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. AI എന്ന് പറയുന്ന ഈ ഒരു പുതിയ ടെക്നോളജി ഇന്ത്യയിൽ ഒരുപക്ഷെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി ഡൗൺ സൗത്തിൽ ഒരുപാട് പ്രൊജക്ട്സുകൾ ഡിസൈൻ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്.